അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 2 തിങ്കളാഴ്ച. നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണങ്ങളിൽ ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കുമെന്ന് കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മുൻവിധിയും ഉണ്ടാവില്ലെന്നും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഉയർന്നു വന്ന പ്രശ്നങ്ങൾ എല്ലാ ഗൌരവവും നിലനിർത്തി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അച്ചടക്കമാണ് പ്രധാനമെന്നും അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വച്ചുപൊറുപ്പിക്കില്ലെന്നും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയുണ്ടാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. പകരം ചുമതല വെങ്കടേശനോ ബൽറാം കുമാറിനോ നൽകുമെന്നാണ് സൂചന. ADGP അജിത് കുമാറിനെതിരെ സീനിയർ DGP K പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടാനാണ് സാധ്യത. പോലീസിലെ ഉന്നതർക്കെതിരെയും P ശശിക്കെതിരെയും അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തു നിന്നും മാറ്റുന്നത്. പത്തനംതിട്ട SP S സുജിത് ദാസിനെ സസ്പെൻഷൻ. PV അൻവർ MLA പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിന് പിന്നാലെയാണ് അച്ചടക്ക നടപടി. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. SP സുജിത് ദാസിനെതിരെ നടപടിക്ക് ആഭ്യന്തരവകുപ്പ് ശുപാർശ നൽകിയിരുന്നു. സർവീസ് ചട്ടം ലംഘിച്ചതായാണ് അന്വേഷണ റിപ്പോർട്ട്. സേനയ്ക്ക് നാണക്കേടെന്ന DIG അജിത ബീഗത്തിന്റെ റിപ്പോർട്ട് DGP സർക്കാരിനെ കൈമാറി. വിവാദത്തിന് പിന്നാലെ സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. ADGP അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. MR അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാറിൽ 15 കോടിക്ക് വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങിയെന്നും ഇതിനുള്ള പണം അജിത് കുമാറിനെ എവിടുന്ന് കിട്ടിയെന്നും PV അൻവർ ചോദിച്ചു. അതോടൊപ്പം സോളാർ കേസ് അട്ടിമറിച്ചതിനെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയും PV അൻവർ MLA പുറത്തുവിട്ടു. സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് ADGP പരാതിക്കാരിയോട് പറഞ്ഞതിന് പിന്നാലെ പരാതിക്കാരി മൊഴി മാറ്റിയെന്നാണ് പുതിയ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ. ADGP MR അജിത് കുമാറിനെതിരെ പോലീസ് അസോസിയേഷൻ യോഗത്തിലും വിമർശനം. SP-മാർക്ക് മുകളിൽ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്നും ഇതിന്റെ ഭാരം പോലീസുകാരിലേക്ക് എത്തിക്കുന്നുവെന്നും പ്രതിനിധികൾ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ വിമർശിച്ചു. ADGP സമാന്തര ഇന്റലിജൻസ് ഉണ്ടാക്കി പോലീസുകാരെ നിരീക്ഷിക്കുന്നുവെന്നും പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ആരോപണം ഉയർന്നു. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കട്ടെയെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ കത്ത് നൽകിയതായും ADGP MR അജിത് കുമാർ. ADGPക്കെതിരെ PR അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാക്കുന്നത് എന്തിനെന്ന് നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദ. ലൈംഗികാതിക്രമം എല്ലാ കാലത്തും സിനിമയിലുണ്ടായിരുന്നതായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ ഷോ ആണെന്നും ശാരദ പറഞ്ഞു. ഹേമ കമ്മിറ്റി വിട്ട് നിങ്ങൾ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കൂവെന്നും റിപ്പോർട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയില്ലെന്നും ശാരദ പറഞ്ഞു. 5-6 വർഷം മുൻപ് നടന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ചും റിപ്പോർട്ടിൽ താൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയില്ലെന്നും റിപ്പോർട്ടിനെക്കുറിച്ച് എല്ലാം ജസ്റ്റിസ് ഹേമ പറയട്ടെ എന്നും ശാരദ പറഞ്ഞു. ലൈംഗിക പീഡന കേസിൽ യുവനടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നടൻ സിദ്ദിഖ്. 5 വർഷം മുൻപ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ച ആരോപണമാണ് വീണ്ടും ഉന്നയിക്കുന്നത്. അന്ന് ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിരുന്നില്ല. ബലാത്സംഗ പരാതി ഇപ്പോൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. പരാതി തന്നെ അപമാനിക്കാനാണെന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ നൽകുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നു. M മുകേഷ് MLA ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതികളുടെ അറസ്റ്റ് ഉടനില്ലെന്ന് അന്വേഷണ ചുമതല വഹിക്കുന്ന പൂങ്കുഴലി IPS. പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും കോടതി നടപടികൾ പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യലടക്കമുണ്ടാവുകയെന്നും പൂങ്കുഴലി അറിയിച്ചു. Volley, volley. Rang, bang, lang, lang,
ഓണം 100-ാം ഓണം. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് കെ ടി ജലീൽ MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരധികാര പദവിയും വേണ്ടെന്നും അവസാന ശ്വാസം വരെ CPM സഹയാത്രികനായി തുടരുമെന്നും കെ ടി ജലീൽ പറഞ്ഞു. നേരത്തെ PV അൻവർ MLA-ക്ക് പിന്നാലെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി കെ ടി ജലീൽ MLA-യും രംഗത്തെത്തിയിരുന്നു. ADGP-ക്കെതിരായ ആരോപണം CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും നാണംകെട്ട ആരോപണങ്ങളാണ് കേൾക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2 കൊലപാതകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നുവെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് അൻവർ. മുഖ്യമന്ത്രി അറിയാതെ ഈ ആരോപണവും വരില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് തോക്ക് ലൈസൻസിനായി അപേക്ഷ നൽകി PV അൻവർ MLA. മലപ്പുറം കളക്ടറേറ്റിലെത്തിയാണ് അപേക്ഷ നൽകിയത്. ADGP-ക്കെതിരായ തുടർച്ചയായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് തന്റെ ജീവന് ഭീഷണിയുള്ളതുകൊണ്ടാണ് തോക്കിനെ അപേക്ഷിച്ചതെന്നും അൻവർ പറഞ്ഞു. നാളെ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നും വെളിപ്പെടുത്തലുകൾ തൽക്കാലം നിർത്തുന്നുവെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായ PV അൻവർ MLA-യുടെ ആരോപണം ഗുരുതരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം തെറ്റെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയതുകൊണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടതും അത്തരത്തിലുള്ള വ്യാഖ്യാനം തൃശൂരിലെ ജനവിധിയോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ജനദ്രോഹം നടത്തിയതാണ് അന്വേഷിക്കേണ്ടതെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. PV അൻവർ MLA തോക്ക് ലൈസൻസിനായി അപേക്ഷ നൽകിയതിനെ പരിഹസിച്ച് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഭരണപക്ഷ MLA-ക്ക് പോലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ സ്വന്തം തോക്കുമായി നടക്കണമെന്ന അവസ്ഥയാണ് ഇന്നാട്ടിലെന്നും ക്രമസമാധാന പാലനത്തിൽ കേരളം നമ്പർ 1 ആണത്രയെന്നും ബൽറാം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ADGP അജിത് കുമാറിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി. PV അൻവർ MLA-യുടെ വെളിപ്പെടുത്തൽ മൊഴിയായി പരിഗണിച്ച് പൂരം കലക്കിയെന്ന ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകൻ VR അനൂപാണ് പരാതി നൽകിയത്. അജിത് കുമാറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തണം എന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. മാഫിയ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്ന് KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു അറിയിച്ചു. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാടക വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ സന്തോഷ് വർക്കിയെന്ന ആറാട്ടണ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജി 6-ാം തീയതി പരിഗണിക്കാൻ മാറ്റി. കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിച്ചു. വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായാണ് കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സഹകരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കോയമ്പത്തൂരിലെ വാൽപ്പാറ സർക്കാർ കോളേജിലെ കൂട്ട ലൈംഗികാതിക്രമത്തിൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ 4 ജീവനക്കാർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് പല രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിട്ടതായി വിദ്യാർത്ഥിനികൾ സംസ്ഥാന വനിതാ കമ്മീഷനാണ് ആദ്യം പരാതി നൽകിയത്. പൂനെയിൽ NCP നേതാവിനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തി. മുൻ കൌൺസിലർ കൂടിയായ വൻരാജ് അന്തേക്കറാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് സംഭവം. വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബഹ്റിച്ച് ജില്ലയെ ഭീതിയിലാഴ്ത്തി വീണ്ടും ചെന്നായ ആക്രമണം. ഏറ്റവും ഒടുവിൽ 3 വയസ്സുള്ള കുട്ടിയെ കടിച്ചു കൊന്നതായാണ് റിപ്പോർട്ട്. ബഹ്റിച്ച് ജില്ലയിൽ നേരത്തെ 8 കുട്ടികളും 1 സ്ത്രീയും ചെന്നായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് ചെന്നായകളുടെ നീക്കങ്ങൾ അധികൃതർ നിരീക്ഷിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ബഹ്റിച്ചിൽ
നരഭോജി ചെന്നായ്ക്കളെ പിടികൂടാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കെണികൾ ഒരുക്കിയ ശേഷം വലിയ പാവകളുണ്ടാക്കി അതിൽ കുട്ടികളുടെ മൂത്രം തെളിച്ച് അവയിലേക്ക് ചെന്നായ്ക്കളെ ആകർഷിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ചെന്നായ്ക്കളെ കെണികൾക്ക് സമീപത്തേക്ക് ആകർഷിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കരുതുന്നുവെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ആന്ധ്രയിലും തെലങ്കാനയിലും മഴക്കെടുതിക്കിടെ ഇന്നലെ മുതൽ ഇതുവരെ 140 ട്രെയിനുകൾ റദ്ദാക്കി. 100ഓളം ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. പലയിടങ്ങളിലും റെയിൽവേ പാളത്തിൽ വെള്ളം കയറിയതോടെയാണ് ട്രെയിനുകൾ റദ്ദാക്കിയത്. ഇതുവരെ 27 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 26 സംഘങ്ങളെ ഇരു സംസ്ഥാനങ്ങളിലുമായി രക്ഷാപ്രവർത്തനത്തിന് വിന്യസിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. രാജസ്ഥാനിൽ സംസ്ഥാന PSC വഴി നടത്തിയ പരീക്ഷയിൽ വൻ ക്രമക്കേട് നടത്തിയതായി സംസ്ഥാന പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കണ്ടെത്തി. ഒരു മുൻ PSC അംഗത്തെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മകനും മകളും പരീക്ഷയിൽ ആദ്യ റാങ്കുകളിൽ എത്തിയിരുന്നു. 2021 രാജസ്ഥാൻ PSC നടത്തിയ പോലീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലെ ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രഥമ കേരള ക്രിക്കറ്റ് ടീമിന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കം. വൈകിട്ട് 6-നാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ചാമ്പ്യൻഷിപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വി അബ്ദുറഹ്മാൻ, KCA വനിതാ ക്രിക്കറ്റ് ഗുഡ്വിൽ അംബാസിഡർ നടി കീർത്തി സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.